നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹഖ്ഖി ബശീറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയുടെ ഇമാം എന്നറിയപ്പെട്ട മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വരികയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത്, ഞാൻ എവിടെ നിന്നാണ് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നാണ്. ആ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിശ്ചയിച്ചു തന്ന മീഖാത്തിൽ നിന്നാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അത് മദീന പള്ളിയിൽ നിന്ന് കുറച്ച് യാത്ര ചെയ്ത ശേഷമാണ് ആ മീഖാത്ത് ഉണ്ടാവുക, നമുക്കറിയുന്നതാണ്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഈ വിശുദ്ധമായ മദീന പള്ളിയിൽ നിന്നു തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ തഫ്അൽ, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫഇന്നി അഖ്ഷ അലൈക്കൽ ഫിത്ന, നിന്റെ കാര്യത്തിൽ ഞാനൊരു ഫിത്നയെ പേടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഫഖാല അയ്യു ഫിത്നത്തിൻ ഹാദിഹി, ഇതെങ്ങനെയാണ്, ഇതെന്ത് ഫിത്നയാകാനാണ്, ഇതെങ്ങനെയാണ് ഒരു ഫിത്നയാകുന്നത്? ഇന്നമാഹിയ അംയാലുൻ അസീദുഹ, ഞാൻ കുറച്ചുകൂടി മൈല് അധികം ഇഹ്റാമിൽ പ്രവേശിച്ച് യാത്ര ചെയ്യുകയല്ലേ.
ആ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅയ്യു ഫിത്നത്തിൻ അഅലമു മിൻ അൻ തറ അന്നക സബഖത് ഇലാ ഫളീലത്തിൻ ഖസ്സറ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഒരു കാര്യത്തെ ശ്രേഷ്ഠമായി കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അങ്ങനെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്ത ഒരു കാര്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നീ അതിനെ ശ്രേഷ്ഠമായി കാണുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ എന്ത് ഫിത്നയാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം ഓതി കേൾപ്പിച്ചു. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ വലിയ ഫിത്നയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വേദനാജനകമായ ശിക്ഷയും അവരെ പിടികൂടുന്നത് കാത്തുകൊള്ളട്ടെ എന്ന വചനം അദ്ദേഹം ഓതിക്കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവത്തോടുകൂടിയാണ് ദീനിലില്ലാത്ത ഒരു കാര്യത്തെ, ഒരു ബിദ്അത്തായ കാര്യം ഒരാൾ നന്മയല്ലേ എന്ന് പ്രവർത്തിച്ച് എന്ന് ചിന്തിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞ, അതിന് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളെ എത്ര ഗൗരവത്തിലാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തിരുത്തുന്നത്. ഞാൻ നിന്റെ കാര്യത്തിൽ ഫിത്ന പേടിക്കുന്നുണ്ട്, അള്ള പറഞ്ഞ ഫിത്ന, റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്ക് വരുമെന്ന് പറഞ്ഞ ഫിത്ന നിനക്ക് വരുമോ എന്ന ഭയം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ബിദ്അത്ത് എത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബ തുടങ്ങിയതും ബിദ്അത്തിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെ ഒരു ഗൗരവമുള്ള വിഷയമായി കാണാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് സാധിക്കണം. എന്തുകൊണ്ട് സഹോദരങ്ങളെ ബിദ്അത്ത് ഗൗരവമുള്ള ഒരു വിഷയമാകുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, അതൊരു മതനിയമം ഉണ്ടാക്കലാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മനിസ്തഹ്സന ഫഖദ് ശറഅ. ഒരാൾ ദീനിൽ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞ ഒരു പുതിയ ആചാരം ഉണ്ടാക്കിയാൽ അവൻ മതനിയമമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മതനിയമം ഉണ്ടാക്കാൻ, എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ഐ ഫഖദ് വളഅ ശറഅൻ ജദീദ്, അവനൊരു പുതിയ മതനിയമം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, അതിന് നമുക്കെന്നല്ല അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും റബ്ബ് സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തിട്ടില്ലല്ലോ ഒരു മതനിയമം ഉണ്ടാക്കാൻ. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹാഖയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين ولو تقول علينا بعض الاقابيل. എന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ, കെട്ടിച്ചമച്ചു പറഞ്ഞാൽ, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. ആ നബിയെ ഞാൻ എന്റെ വലത് കൈ കൊണ്ട് പിടിച്ച് ജീവനാടി ഞാൻ അറുത്തു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ദീനിലില്ലാത്തൊരു കാര്യം നല്ലത് എന്ന് പറയുന്നത് മതമുണ്ടാക്കലാണ്. അത് സഹോദരങ്ങളെ ഗൗരവമാണ്. രണ്ടാമത്തത്, നബി പഠിപ്പിക്കാത്തൊരു കാര്യം നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഒരാൾ ചെയ്യുമ്പോൾ അവൻ പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്നാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയാണ്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന. ഒരാൾ ദീനിലില്ലാത്ത ഒരു പുതിയ ആചാരമുണ്ടാക്കുകയും അത് നല്ലതായി അവൻ പറയുകയും ചെയ്താൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, റസൂല് പ്രവാചകത്വം എന്ന തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം കിട്ടണ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരാൾ പറയാണ്, ഇത് റസൂല് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് സ്വർഗം കിട്ടുന്ന പണിയാണ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് അള്ളാഹിന്റെ റസൂല് തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. മൂന്നാമത്തൊരു കാര്യം, ഒരാള് ബിദ്അത്ത് ചെയ്യുമ്പോ യഥാർത്ഥ സുന്നത്ത് അവിടെ ഇല്ലാതെയാകും. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ 2 കല്ലെടുത്തിട്ട് അതിങ്ങനെ ചേർത്ത് പിടിച്ചു.
എന്നിട്ട് കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഈ രണ്ട് കല്ലിന്റെയും ഇടയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ? ആ സമയത്ത് കൂടെയുള്ളവർ പറഞ്ഞു, ഖാലു യാ അബാ അബ്ദില്ല മാ നറാ ബൈനഹുമാ ഇല്ലാ ഖലീൽ. അബൂ അബ്ദില്ല, ഹുദൈഫ തന്നെ വിളിക്കാൻ, ഒരു ചെറിയ നേർത്ത വെളിച്ചല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. ആ സമയത്ത് അദ്ദേഹം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലതൽഹറന്ന അൽ ബിദഉ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവനാണ്, അഥവാ അള്ളയാണ് സത്യം, ബിദ്അത്ത് വ്യാപിക്കുക തന്നെ ചെയ്യും, അത് പ്രകടമാകും. ഹത്താ ലാ യുറാ മിനൽ ഹഖ്, അവസാനം ആളുകൾ സത്യം കാണാതെയാകും. ഇല്ലാ ഖദറ മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൻ നൂർ. ഈ രണ്ട് കല്ലിന്റെ ഇടയിൽ കൂടി നിങ്ങൾ ഈ വെളിച്ചം കാണുന്നില്ലേ, ചെറിയതല്ലേ കാണുന്നുള്ളൂ. ഇതേപോലെ ബിദ്അത്ത് നാട്ടിലങ്ങോട്ട് വ്യാപിച്ചിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ആളുകൾ സുന്നത്ത് ശരി കാണാത്ത അവസ്ഥയുണ്ടാകും. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയാണ്, വല്ലാഹി ലതഫ്ശുവന്നൽ ബിദ്ഉ, അല്ലാഹുവാണേ സത്യം, ബിദ്അത്ത് വ്യാപിക്കും. ഏതുവരെന്നറിയോ? ഹത്താ ഇദാ തുരിക മിൻഹാ ഷൈഉൻ, ബിദ്അത്ത് ഒരാൾ ഒഴിവാക്കിയാൽ ഖാലു തുരിക്കത്തി സുന്ന, ആൾക്കാർ പറയും ഓ സുന്നത്ത് ഒഴിവാക്കി. ഒരു ബിദ്അത്തായ കാര്യം ഒരാൾ ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയും കണ്ടോ ഓൻ ആ സുന്നത്തൊന്നും എടുക്കണില്ല എന്ന് പറയാൻ മാത്രം സുന്നത്തിനെ മറികടന്ന് ബിദ്അത്ത് വ്യാപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അഥവാ സഹോദരങ്ങളെ, സത്യം മറന്ന് ഈ അസത്യമായ കാര്യത്തെ ആളുകൾ ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. നാലാമത്തെ കാര്യം, ബിദ്അത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നാം എന്തിനു സൃഷ്ടിക്കപ്പെട്ടോ, എന്താണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതെന്നാണ് തെറ്റിപ്പോണത്. എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാണ് എന്ന് നോക്കാനല്ല, അഹ്സനു അമല, ഏറ്റവും നല്ല പണി ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കാനുള്ള പരീക്ഷണമാണ് ജീവിതം എന്നാണല്ലോ പണ്ഡിതന്മാർ വിശദീകരിച്ചു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖബൽ. ഒരാൾ ചെയ്യുന്ന പണി ഖാലിസായി സവാബായില്ല എന്നാൽ അത് സ്വീകരിക്കപ്പെടൂല. അതുപോലെ തന്നെ ഫലം യുഖബൽ വൈൻ കാന സവാബൻ വലം യകുൻ ഖാലിസൻ, ഇനി സവാബായി ഖാലിസായില്ല എന്നാലും സ്വീകരിക്കപ്പെടൂല. ഏതുവരെ? ഹത്താ യകൂന ഖാലിസൻ സവാബ, ചെയ്യുന്ന പണി ഖാലിസും സവാബുമാകണം. അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് ഈ ഖാലിസും സവാബ് എന്ന് പറഞ്ഞാൽ? അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു, അൽ ഖാലിസ്, ഖാലിസ് എന്ന് പറഞ്ഞാൽ അൻ യകൂന ലില്ലാ, ഓൻ ആ പണി ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം, ഇഖ്ലാസ് ഉണ്ടാവണം. അതുപോലെ തന്നെ വസ്സവാബ്, സ്വവാബ് എന്ന് പറഞ്ഞാൽ അൻ യകൂന അല സുന്ന, റസൂലിന്റെ സുന്നത്ത് അനുസരിച്ചും ചെയ്യണം. അപ്പൊ ഒരാൾ ഇഖ്ലാസോടുകൂടി ചെയ്തു, പക്ഷെ ദീനിൽ ഇല്ലാത്തതാണ് ചെയ്തത്, സ്വീകരിക്കൂല. ഒരാൾ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന വലിയൊരു നന്മ ചെയ്തു, പക്ഷെ അയാൾക്ക് ഇഖ്ലാസ് ഇല്ല, അതും സ്വീകരിക്കൂല. ഇഖ്ലാസോടെ നബി പഠിപ്പിച്ചത് ചെയ്യുന്നതാണ് അഹ്സനു അമല എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയാ ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ബിദ്അത്ത് ചെയ്യുമ്പോൾ എന്താണ് സഹോദരങ്ങളെ സംഭവിക്കുന്നത്? ഞാനും നിങ്ങളും എന്തിനു സൃഷ്ടിക്കപ്പെട്ടോ ആ ലക്ഷ്യം നമ്മൾ മറക്കാൻ. അഞ്ചാമത്തെ കാര്യം, ശൈത്താന് ഏറെ ഇഷ്ടമുള്ളൊരു പണിയാണ്. നബി സല്ലല്ലാഹു മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, വൻപാപങ്ങൾ ചെയ്യുന്നതിനേക്കാളും അഥവാ തെറ്റുകൾ തിന്മ ചെയ്യുന്നതിനേക്കാളും ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യലാണ്. കാരണം ലിഅന്നൽ ബിദ്അത ലാ യുതാബു മിൻഹാ, ബിദ്അത്ത് ചെയ്ത ഒരാൾ അതിന്ന് തൗബ ചെയ്യൂല. വൽ മഅസിയത്തു യുതാബു മിൻഹാ, തെറ്റ് ചെയ്തവർ തൗബ ചെയ്യും. മോഷ്ടിക്കുമ്പോ, വ്യഭിചരിക്കുമ്പോ, കള്ളുടിക്കുമ്പോ ഓനൊരു മുസ്ലിം ആണെങ്കിൽ ഓന്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവില്ലേ? പക്ഷെ നബിദിനം കഴിക്കുമ്പോ, ഇല്ലാത്ത സ്വലാത്തും ദിക്റും ചെല്ലുമ്പോ ആ കുറ്റബോധം ഉണ്ടാകൂല അവന്റെ മനസ്സിൽ. ഓൻ എന്താ വിചാരിക്കണത്? ഇതെനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യണ വലിയൊരു പണിയാണ് എന്നാ അവൻ ചിന്തിക്കണേ. അപ്പം തൗബ ചെയ്യോ? അറിയാതെ കൂട്ടുകാരൊപ്പം പോയി ലഹരി ഉപയോഗിച്ച ഒരാള് അതിന്റെ മത്ത് വിട്ട് വീട്ടിലിരിക്കുമ്പോ, പടച്ചോനെ ഞാൻ എത്ര വലിയൊരു തെറ്റാ ചെയ്തേ, ഓൻ ചിലപ്പോ അന്ന് തഹജ്ജുദ് നിസ്കരിച്ച് തൗബ ചെയ്തിട്ടോ മടങ്ങും. തനിക്ക് അർഹതയില്ലാത്തൊരു പെണ്ണിന് മെസ്സേജ് അയച്ചിട്ട് അപ്പൊ എന്തോ ഒരു ഹരത്തിൽ അങ്ങനെ അയച്ചുപോയി, പടച്ചോനെ ഞാനൊരു തെറ്റാണല്ലോ ചെയ്തത്, ചിന്തിച്ചോ മടങ്ങും. ഒരാളെ പൈസ മോഷ്ടിച്ചാൽ
പഠിച്ചോനെ ഞാൻ അയാളെ വിയർപ്പാണല്ലേ കൊണ്ടുവന്നത്, ചിലപ്പോൾ തിരിച്ചു കൊടുക്കും. എന്നാ സഹോദരങ്ങളെ, സുബഹിന്റെ കുനൂത്ത് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്വലാത്തിന്റെ മജലിസ് പോയി വന്നിട്ട് ഇല്ലാത്തൊരു ദിക്ർ ചൊല്ലിയിട്ട് മാല പാടിയിട്ട് നബിദിനം കഴിച്ചിട്ട് ഏതെങ്കിലും ഒരാളെ മനസ്സിൽ ഞാൻ ഇപ്പൊ ഒരു വലിയ തെറ്റെന്ന് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അന്നത്തെ രാത്രി ഒന്ന് തഹജ്ജുദ് കടന്ന് തൗബ ചെയ്യുമോ? അതുകൊണ്ട് ഇബ്ലീസിന് ആളുകൾ ബിദ്അത്ത് ചെയ്യുന്നത് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഈ ഇരിക്കുന്ന ആളുകളൊന്നും ബിദ്അത്ത് ചെയ്യുന്നവരാകൂല. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ ഹിദായത്തിൽ നമ്മളെ നിലനിർത്തുമാറാകട്ടെ. എന്തെങ്കിലും ഒരു അംശം നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 5 കാര്യം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നീ ചെയ്യുന്നത് ദീനിലൊരു മതനിയമം ഉണ്ടാക്കുകയാണ് നീ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. നബിദിനാഘോഷം നല്ലതാണ് എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ നമ്മളോട് വഞ്ചന കാണിച്ചു എന്നാണ് കേട്ടോ നീ പറയുന്നതിന്റെ അർത്ഥം. ഈ ബിദഅത്ത് നമ്മൾ ചെയ്യുമ്പോൾ സത്യദീനനെ നമ്മൾ വിട്ടുപോകുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന പണി എന്തിന് പടച്ചോ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചോ, ആ പറഞ്ഞയച്ച പണിക്ക് വിപരീതമാണ് ഞാനും നീയും ഈ ചെയ്യുന്നത് എന്ന് പറയണം. നമ്മൾ കള്ളുടിക്കുമ്പോൾ അതിനേക്കാളും വലിയ ഇഷ്ടം ഈ തെറ്റ് ചെയ്യുമ്പോൾ ഇബ്ലീസിന് നമ്മളോട് ഉണ്ടാകുന്നുണ്ട് എന്ന് സ്നേഹബുദ്ധി പറഞ്ഞു കൊടുക്കാനും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി പഠിപ്പിക്കാത്ത സകല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുമുള്ള ജാഗ്രത സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാൻ. വൈൻ റആഹൻ നാസു ഹസന, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും. ഈ ബിദ്അത്തൊക്കെ ചെയ്യുന്ന ആളുകൾ സാധാരണക്കാരെ കാര്യം മാത്രമല്ല, ഇത് പറഞ്ഞ് പഠിപ്പിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ പോലും പറയുന്നതെന്നറിയോ, റസൂൽ അത് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ റസൂല് ചെയ്യാത്തൊരു കാര്യം ഒരാൾ ഉണ്ടാക്കിയിട്ട് അത് നല്ലതാണ് എന്ന ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ബിദ്അത്താണ്. ബിദ്അത്തൊക്കെ വഴികേടാണ്, ആ വഴികേട് നരകത്തിലേക്കാണ് എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ ബിദ്അത്തായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള വലിയ ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും കാണിക്കണം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ ചരിത്രത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നല്ലത് വിചാരിച്ച മനുഷ്യനോടും നിന്റെ കാര്യത്തിൽ ഞാൻ ഫിത്ന ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ജീവിതം സുന്നത്തിലൂടെ ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, ഇവിടെ ഖുതുബക്കൊക്കെ വരാറുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, വയറ് സംബന്ധമായ ഒരു പ്രയാസത്തിൽ കുറച്ചൽപ്പം വലിയൊരു ചികിത്സ തേടി അതിന്റെ വഴിയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള പരിശ്രമങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന, വിശപ്പ് സഹിച്ച് താങ്ങാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ നമ്മുടെ പൊന്നോമനകൾക്ക് അള്ളാഹു പ്രതിസന്ധികളെ നീക്കി കൊടുക്കുമാറാകട്ടെ. ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുവിൽ നിന്ന് ആ പുണ്യദേശത്തെ അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.